പാർട്ടിക്കെതിരായ ആരോപണങ്ങളെ പ്രതിരോധിക്കുന്നതിൽ വീഴ്ച ഉണ്ടായെന്ന് കേരള കോൺഗ്രസ് എം സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ വിമർശനം. പാർട്ടി ചെയർമാനെ വളഞ്ഞിട്ടാക്രമിച്ചപ്പോൾ പ്രതിരോധം തീർക്കുന്നതിൽ പരാജയം സംഭവിച്ചു. മുന്നണി മാറ്റവുമായി ബന്ധപ്പെട്ട് ക്രൈസ്തവ സഭയെ വലിച്ചിഴച്ചതിൽ അംഗങ്ങൾ അതൃപ്തി രേഖപ്പെടുത്തി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് വോട്ട് ചോർച്ചയുണ്ടായെന്നും സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ വിമർശനമുയർന്നു. ലേബി സജീന്ദ്രനുണ്ട് വിവരങ്ങൾ നൽകാൻ. ലേബി, എന്തായാലും സ്റ്റിയറിംഗ് ഇടത്തോട്ടാണ് എന്നുള്ള കാര്യം വ്യക്തമാക്കി. ഇതിൽ പിന്നീട് ഉയർന്ന ചർച്ചകൾ, അതിൽ പാർട്ടിയിൽ കേരള കോൺഗ്രസ് എം സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ ഉയർന്ന വിമർശനങ്ങളിൽ പാർട്ടി ചെയർമാനെ വളഞ്ഞിട്ടാക്രമിച്ചപ്പോൾ പ്രതിരോധം തീർക്കുന്നതിൽ ഒരു പരാജയം സംഭവിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് അവിടെ ഒരു ചർച്ചയായത്? ഇക്കാര്യത്തിൽ എങ്ങനെയൊക്കെയാണ് ഇതിൽ തീരുമാനങ്ങളായത്, മാറ്റങ്ങൾ ഉണ്ടായത്? ശ്രുതി, സ്റ്റിയറിംഗ് ഇടത്തോട്ടായെങ്കിലും സ്റ്റിയറിംഗ് ഇടത്തോട്ട് തിരിക്കുന്ന വരെയുള്ളൊരു സമയമുണ്ടായിരുന്നല്ലോ. ആ സമയത്തൊക്കെ വലിയ പ്രചാരണമാണ് പാർട്ടിക്കെതിരെ നടന്നത്. പാർട്ടി മുന്നണി വിടുന്നു എന്നുള്ള രീതിയിൽ എല്ലാ ഭാഗത്തു നിന്നും പ്രചാരണം വന്നു. ആ സമയത്തൊന്നും തന്നെ ഒരു പ്രതിരോധം കൂട്ടായ രീതിയിൽ തീർക്കുന്നതിൽ പാർട്ടി പരാജയപ്പെട്ടു എന്നുള്ള വിമർശനമാണ് ഇന്നലെ പല നേതാക്കളും സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ ഉന്നയിച്ചത്. പ്രത്യേകിച്ച് ചെയർമാൻ ജോസ് കെ മാണിക്കെതിരെ ആക്രമണം നടന്നു, അല്ലെങ്കിൽ വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിലുള്ള പല പ്രചാരണങ്ങളും നടന്നു. പാർട്ടി ചെയർമാനെ വളഞ്ഞിട്ടാക്രമിച്ച സമയത്ത് പോലും ഒരുമിച്ച് നിന്ന് ഒരു പ്രതിരോധം തീർക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള രീതിയിൽ കടുത്ത വിമർശനം തന്നെയാണ് സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ ഉയർന്നത്. അതുമാത്രമല്ല, തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം LDF വിടുന്നു എന്നുള്ള രീതിയിലുള്ള പ്രചാരണം മാധ്യമങ്ങളിലൂടെ മാത്രമല്ല പല ഭാഗത്തു നിന്ന് അത്തരത്തിലുള്ള വാർത്തകൾ പ്രചരിച്ചിരുന്ന ഒരു സമയം വന്നു. ആ സമയത്തൊന്നും തന്നെ ഇത്തരത്തിലുള്ളൊരു പ്രതിരോധം ഒറ്റക്കെട്ടായി നിന്ന് തീർക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള ശക്തമായ ആരോപണം തന്നെയാണ് വന്നത്. മറ്റൊരു കാര്യം, ഇടതുപക്ഷ വോട്ടുകളിൽ ഉണ്ടായ ചോർച്ചയാണ്. അത് ആശങ്കപ്പെടുത്തുന്നു എന്നുള്ള കാര്യവും പല അംഗങ്ങളും ഈ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ പറഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിച്ച വോട്ട് ഇടതു മുന്നണിക്ക് ലഭിച്ചില്ല. ഇടതു മുന്നണിക്ക് ലഭിക്കേണ്ട വോട്ടുകളിൽ ഗണ്യമായ ചോർച്ചയാണ് സംഭവിച്ചിരിക്കുന്നത്. ഇത് പരിശോധിക്കണമെന്നും ഇത് വല്ലാതെ ആശങ്കപ്പെടുത്തുന്നു എന്നുള്ള രീതിയിലുള്ള വിമർശനവും ഇതിൽ ഉയർന്നിട്ടുണ്ട്. അത് മാത്രമല്ല, ഇത്തരത്തിൽ ഇനി പാർട്ടിക്കെതിരെ ഏതെങ്കിലും രീതിയിലുള്ള ആക്രമണങ്ങൾ ഏതെങ്കിലും ഭാഗത്ത് നിന്നാൽ ഒരുമിച്ച് തന്നെ നിന്ന് പ്രതിരോധിക്കണം എന്നുള്ള രീതിയിലുള്ള പൊതു അഭിപ്രായവും രൂപപ്പെട്ടു സ്റ്റിയറിംഗ് കമ്മിറ്റി. ഓക്കെ, വ്യക്തമാണ്. ലേബി സജീന്ദ്രനാണ് വിശദാംശങ്ങൾ നൽകിയത്.